ഇന്നത്തെ ലോകത്തില് പലരും ബന്ധങ്ങളെ ഒരു നിക്ഷേപം പോലെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് തിരികെ എന്ത് കിട്ടും, എവിടെയാണ് സുരക്ഷിതത്വമുള്ളത് എന്ന് നോക്കിയാണ് പലരും സ്നേഹിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സ്നേഹം ഒരിക്കലും ലാഭനഷ്ടങ്ങൾ നോക്കിയുള്ള ഒരു സുരക്ഷിത നിക്ഷേപമില്ല. നാം ഒരാളെ ആത്മാർത്ഥമായി ശ്വസിക്കുമ്പോൾ അവർ നമ്മെ വഞ്ചിക്കാനോ നമ്മുടെ ഹൃദയം തകർക്കാനോ ഉള്ള സാധ്യത എപ്പോഴും. എങ്കിൽ പോലും ആ മുറിവുകളെ ഭയന്ന് സ്നേഹിക്കാതിരിക്കുകയല്ല, മറിച്ച് മുറിവേൽക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ സ്നേഹിക്കുന്നതിലാണ് യഥാർത്ഥ ബന്ധങ്ങളുടെ ഭംഗിയിരിക്കുന്നത്. ദൈവം പ്രകാരം പറയുന്നു, 1 യോഹന്നാൻ 4:18 സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഇതിന് ഏറ്റവും വലിയ മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം തന്നെയാണ്. തന്നെ റോമാക്കാർക്ക് ഒറ്റുകൊടുക്കാൻ പോകുന്ന യൂദാസിനെ കർത്താവിന് നന്നായി അറിയാമായിരുന്നു. തന്നെ ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് തള്ളി പറയാൻ പോകുന്ന പത്രോസിനെ കർത്താവിന് അറിയാമായിരുന്നു. ക്രൂശീകരണത്തിന്റെ സമയത്ത് തന്നെ എല്ലാവരും ക്രൂശിൽ ഓടിപ്പോകുമെന്ന് ക്രിസ്തുയേശുവിന് മുൻകൂട്ടി ബോധ്യമുണ്ടായിരുന്നു. മനുഷ്യരെ സ്നേഹിച്ചാൽ തന്റെ ഹൃദയവും ശരീരവും തകർക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ട് ക്രിസ്തു തന്റെ സ്നേഹം പിൻവലിച്ചില്ല. കർത്താവ് അവരെ അവസാനം വരെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. ആ സ്നേഹം സുരക്ഷിതമായ ഒന്നായിരുന്നില്ല, മറിച്ച് ക്രൂശിലെ കഠിനമായ മുറിവുകളിലേക്ക് നയിച്ച ഒന്നായിരുന്നു. ആ മുറിവേറ്റ സ്നേഹമാണ് ഇന്ന് ലോകത്തിന് മുഴുവൻ രക്ഷയായി മാറിയത്. സ്നേഹിക്കുക എന്നത് മുറിവേൽക്കാൻ സ്വയം വിട്ടുകൊടുക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആർക്കും കൊടുക്കാതിരിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹം എന്നത് സുരക്ഷിതമായിരിക്കാനുള്ള ഒന്നല്ല, മറിച്ച് മറ്റുള്ളവർക്കായി സ്വയം തകരേണ്ട ഒന്നാണ്. എന്റെ ഉപദേശം ഇതാണ്, മുറിവുകളെ ഭയന്ന് സ്നേഹിക്കാതിരിക്കരുത്. മനുഷ്യർ ബലഹീനരാണ്, അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ തകർച്ചകളും സങ്കടങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് നമ്മൾ ഉത്തമരായതുകൊണ്ടല്ല, മറിച്ച് കർത്താവിന്റെ സ്നേഹത്തിന്റെ സമൃദ്ധി കൊണ്ടാണ്. അതുപോലെ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ മുറിവേൽക്കേണ്ടി വന്നാലും ക്ഷമിക്കാനും വീണ്ടും സ്നേഹിക്കാനുമുള്ള വലിയൊരു ഹൃദയം നാം വളർത്തിയെടുക്കണം. സ്വാർത്ഥതയില്ലാത്ത ത്യാഗപൂർണമായ അത്തരം സ്നേഹത്തിലൂടെ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ബന്ധങ്ങളിൽ വെളിപ്പെടുകയുള്ളൂ. ആ യഥാർത്ഥ സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ നയിക്കാം. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് അവതരിക്കുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.